മക്കയിലെ ജിന്ന് പള്ളിയിലെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ നമുക്കിന്ന് ഉസ്താദ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖുറൈശികളെ ദീനിലേക്ക് ക്ഷണിച്ചോണ്ടിരുന്നത്. അപ്പൊ ഖുറൈശികള് വരുന്നില്ല. നബിതങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രയാസം. അപ്പൊ അള്ളാഹു താല ജിന്നുകളെ നബിതങ്ങളിലേക്ക് തിരിച്ചു. ഖുർആനില് സൂറത്തുൽ ജിന്ന് എന്നും പറഞ്ഞൊരു അധ്യായം ഇருக்கு. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്ന്. ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്ന്. അപ്പൊ ജിന്നുകളെ നബിതങ്ങളുടെ അടുക്കലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നുകൾക്ക് ദീനിനെ സംബന്ധിച്ച് തൗഹീദിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുത്തു. കലിമയെ സംബന്ധിച്ച് മനുഷ്യവർഗം ജിന്ന് വർഗം രണ്ടും ഒരുപോലെയാണ്. മനുഷ്യരിൽ നല്ലതും കെട്ടതും ഉണ്ട്. ഇതേപോലെ ജിന്നില് നല്ലതും കെട്ടതും ഇருக்கு. അപ്പോ ജിന്നുകൾക്ക് നബിതങ്ങൾ പരിശുദ്ധമായി കലിമയെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുത്തോണ്ടായിരുന്നു. അങ്ങനെ പരിശുദ്ധമായി ഖുർആൻ ഓതി കേൾപ്പിച്ചു. അവര് പരിശുദ്ധമായ ദീനിലേക്ക് ക്ഷണിച്ചു. ഈ രീതിയിൽ ജിന്നുകൾക്ക് നല്ലൊരു തർബിയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വെച്ചു കൊടുത്തു. അപ്പൊ ജിന്നുകൾ എന്ത് ചെയ്തു? ഇതെല്ലാം കേട്ട് അത്ഭുതത്തോടെ ഇരുന്നിട്ട് അവരെ സംഘത്തിലോട്ട് പോയി. എന്നിട്ട് അവർ പറഞ്ഞെന്താണെന്നറിയോ? ഖാലു ഇന്നാ സമീഅന ഖുർആനൻ അജബൻ യഹ്ദി ഇല റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. അപ്പൊ ജിന്നുകൾ മറ്റുള്ളവരുടെ അടുത്ത് പറയാണ്, ഞങ്ങൾ അത്ഭുതകരമായ ഒരു വാക്യം ഖുർആൻ കേട്ടു, അത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കും, ഷിർക്കിൽ നിന്നും ജനങ്ങളെ മാറ്റി അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു വചനം ഞങ്ങൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്ന് ഈ ജിന്നുകൾ പോയി മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവരും കൂടി അതിലേക്ക് വരുന്നതിന് കാരണമായി. അങ്ങനെ ജിന്നുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അള്ളാഹു താല എത്തിച്ചു കൊടുത്ത സ്ഥലമാണ് ഇവിടെ. അങ്ങനെയാണ് ഇവിടെ ഈ പള്ളിക്ക് പേരെന്തെന്ന് വന്നത്? മസ്ജിദുൽ ജിന്ന്. അത് എഴുതി വെച്ചിട്ടുണ്ട്, മസ്ജിദുൽ ജിന്ന്.